മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നമ്മളെ ഈ വാർഡിന് കിട്ടുന്നത്. അതെ, ജനാധിപത്യത്തിന്റെ മഹോത്സവത്തില് പൂരാഘോഷത്തില് കൊടിയിറങ്ങിക്കഴിഞ്ഞ ഇപ്പോ നാട്ടുകാരുടെ പൂരം. ഇവിടെ പെരിന്തൽമണ്ണയില് LDF പറയുന്നത് ഞങ്ങൾ നിലനിർത്തും, UDF പറയുന്നത് അത്ഭുതം സംഭവിക്കലല്ല, കോട്ടകൾ ഇളക്കി അധികാരത്തിലെത്തും, 25 സീറ്റുകൾ വരെ നേടി അധികാരത്തിലെത്തും എന്ന് ഉറപ്പ് പറഞ്ഞ UDF നേതാക്കളുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ ഈ പെരിന്തൽമണ്ണ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക്, ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന ഈ വാർഡിൽ മത്സരിക്കുന്ന പച്ചേരി സുരയ്യ ഫാറൂഖ്, അതെ, പഴയ പ്രതിപക്ഷ നേതാവിന്റെ സഹധർമ്മിണി കൗൺസിലർ ആയിരുന്നു അല്ലേ? അപ്പൊ ഇത്തവണ ഉറപ്പായിട്ടും ജയിക്കാൻ കഴിയുമോ? ഈ ആൾക്കൂട്ടമൊക്കെ കണ്ടിട്ട് വിജയപ്രതീക്ഷയില്ല. ഏറ്റവും മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നമ്മളെ ഈ വാർഡിന് കിട്ടുന്നത് UDFന്. അതായത് ഒരു 100-300 വോട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുകളിൽ കിട്ടും ഉറപ്പാണ്. ഈ നാട്ടുകാരെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ നാട്ടുകാരെ ഫുള്ള് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് ആദ്യഘട്ടത്തില് ഇപ്പൊ ഇത്രയും ആളുകളുണ്ട്, അതുകൂടാതെ ഈ ആവേശമൊക്കെ കാണുമ്പോൾ UDFന് അധികാരത്തിൽ വരാൻ പറ്റും എന്ന് ഉറപ്പുണ്ടോ? ഇവിടെ മുനിസിപ്പാലിറ്റി മൊത്തം നമുക്ക് ഇപ്പൊ ഒരു യുവാക്കളിലും യുവതികളിലും എല്ലാവർക്കും ഒരു തരംഗം സൃഷ്ടിച്ചിട്ടാണ് ഇപ്പൊ നമ്മളെ ഈ മുനിസിപ്പാലിറ്റി പോകുന്നത്. അപ്പൊ എന്തായാലും UDF അധികാരത്തിൽ വരുമെന്ന് തീർച്ചയാണ്. ഈ UDF അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ ഇത്രയും ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ അതിനുള്ള ചെറിയ കാരണങ്ങൾ, ഒന്നുകിൽ അടിയൊഴുക്കുകൾ ഉണ്ടാവണം. LDFന്റെ ഉരുക്കുകോട്ടയാണ് 3 പതിറ്റാണ്ടിലേറെ കാലമായി. അപ്പോ അതിനുള്ള അടിയൊഴുക്കുകൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായത്? അവരുടെ ഭരണമാറ്റം ജനങ്ങൾക്ക് തൃപ്തികരമല്ല. അത്രയ്ക്കും അവരുടെ ഭരണം, അതെ, അവരുടെ ഭരണം ജനങ്ങൾക്ക് ഒരുപാട് അസഹനീയമാണ്, പ്രയാസമാണ്. ഒരുപാട് ഭാഗങ്ങളിലായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഓരോ ഭാഗങ്ങളിലും എടുത്ത് നോക്കുവാണെങ്കിലും അവിടെ ഓരോ ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഓരോരോ പ്രശ്നങ്ങള്, ഫ്ലാറ്റ് ആണെങ്കിലും മറ്റിടത്താണെങ്കിലും എല്ലാ ഭാഗങ്ങളും പ്രശ്നങ്ങളാണ്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പൊ ഉറപ്പായിട്ടും ഇത്തവണ നമുക്ക് UDF അധികാരത്തിൽ വരും. ഈ വാർഡിൽ ഏതായാലും 100-400 വോട്ടിന്റെ മുകളിൽ പോവും എന്ന് പ്രതീക്ഷ. ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് UDF സ്ഥാനാർത്ഥി വിജയിക്കുക ഈ വാർഡിലാണെന്നാണ് UDF നേതാക്കളും എല്ലാവരും പറഞ്ഞത്. അതെ, ഈ വാർഡിലാവും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവും. ഈ വാർഡിൽ നിന്നും വിജയിച്ച് പച്ചേരി സുരയ്യ ഫാറൂഖ് വിജയിച്ച് നഗര കാര്യാലയത്തിലേക്ക് നഗരസഭയുടെ അധ്യക്ഷയായി പോകാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷ കൂടി ഉണ്ടാവുമല്ലോ? പ്രതീക്ഷ ഉണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ അധ്യക്ഷ സ്ഥാനത്താണ് ഉറപ്പാണ്. പാർട്ടി തീരുമാനമാണ്. കാരണം ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റുള്ളവരെക്കാളും ഏറ്റവും 2 പ്രാവശ്യം കൗൺസിലർ ആയിരുന്ന ഒരാളെ തന്നെ പരിഗണിക്കേണ്ടത്. അപ്പൊ ഉറപ്പാണ് പാർട്ടി തീരുമാനിക്കും. എന്നാലും ഈ പ്രവർത്തകരൊക്കെ ആ ഒരു ആവേശത്തിലാണ്. അതെ, തീർച്ചയായിട്ടും. ഈ നാട്ടുകാര്, അതുപോലെ തന്നെ എന്താ പറയാ, വനിതാ ലീഗിന്റെ പ്രവർത്തകരുണ്ട്, മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നത് ശുഭപ്രതീക്ഷയിലാണല്ലേ? അപ്പൊ എന്തായാലും ജയിക്കും, അധികാരത്തിലെത്തും, ചെയർപേഴ്സണും ആവും. ആശംസ നേരുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കാനല്ലേ എനിക്ക് പറ്റുകയുള്ളൂ. ജനവിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടി കഴിയണം. എന്തായാലും ആത്മവിശ്വാസം പോലെ നടക്കട്ടെ എന്ന് ആശംസിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ജനം തീരുമാനിക്കും ആരെ വാഴിക്കണമെന്നും ആരെ വാഴിക്കണ്ടെന്നും. UDFന്റെ ആത്മവിശ്വാസം, അവര് പല കോട്ടകളും ഇളക്കാൻ കഴിയും, അടിയൊഴുക്കുകളുണ്ട്, ഉറപ്പായിട്ടും അധികാരത്തിലെത്താൻ പറ്റുമെന്നാണ് നേരത്തെ നമ്മൾ സംസാരിച്ച UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ആത്മവിശ്വാസം അതിര് കടന്നതാവാൻ സാധ്യതയില്ല. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും. പക്ഷേ LDFകാർ പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഞങ്ങൾ തിരിച്ചെത്തും. ആര് വേണമെന്ന് തീരുമാനിക്കാൻ ജനം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു, വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു. ആര് വേണമെന്ന് ജനം തന്നെ തീരുമാനിക്കട്ടെ. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണ, ചാനൽ 10, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics.
always meets your expectations. Jam June Hypermarket, exceeding expectations.